അത് വലിയ മുന്നേറ്റമാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം, UR പ്രദീപിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം ഒക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ KPCC പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ചേലക്കരയിൽ ഞങ്ങൾ ജയിച്ചാലാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയ വിജയമായിട്ട് കാണാൻ കഴിയുള്ളൂ എന്നുള്ളത്. ചേലക്കരയിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ സീറ്റ് നിലനിർത്തിയെന്ന് മാത്രമല്ല, പാർലമെൻറ്റ് ഇലക്ഷനിൽ കിട്ടിയതിനേക്കാൾ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരിക്കുന്നു. ഇത്രയധികം ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമീപകാലത്തൊന്നും നേരിടാത്ത വിധത്തിലുള്ള നിരവധി പിന്നെ അപഖ്യാതികളും ദുഷ്പ്രചരണങ്ങളും ഉണ്ടായിട്ട് പോലും കേരളത്തിലെ ജനങ്ങളുടെ വികാരം ചേലക്കരയിൽ അവർ പ്രകടിപ്പിച്ചിരിക്കുന്നു. KPCC പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുള്ളൂ. കാരണം ചേലക്കര മണ്ഡലം 38,000 മുകളിൽ LDFന് ലീഡ് നൽകിയ മണ്ഡലമാണ്. ആ മണ്ഡലം ഇടത് മണ്ഡലമാണ്. സ്വാഭാവികമായിട്ടും അവിടെ വലിയ ലീഡ് കുറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അല്ല, അതവർക്ക് ആ ന്യായീകരണത്തിന് വേണ്ടി പറയുന്ന കാര്യം മാത്രമാണ്. ലീഡ് കുറയ്ക്കാൻ കഴിയുകയാണെങ്കിൽ പിന്നെ അങ്ങനെയല്ല അവർ പറയേണ്ടത്. ഭരണവിരുദ്ധ വികാരം ഒരിക്കലും ഇവിടെ പ്രതിഫലിച്ചിട്ടില്ല. ഞങ്ങളുടെ ഭരണത്തിനകത്തുണ്ടാകുന്ന വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറാണ്. മാത്രമല്ല, വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പരാതികളൊക്കെ പരിഹരിച്ചുകൊണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ ഊർജ്ജം നൽകിയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ചേലക്കരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് UR പ്രദീപിൻ്റെ ഉജ്ജ്വലമായ വിജയം. ഈ പാലക്കാട് ഒരു രാഷ്ട്രീയ പോരാട്ടമായിരുന്നു. ഇപ്പോൾ സരിൻ 3ാം സ്ഥാനത്താണ്. അല്ല, ഞങ്ങൾ നേരത്തെ 3ാം സ്ഥാനത്ത് തന്നെയാണല്ലോ. ഞങ്ങൾ 3ാം സ്ഥാനത്ത് മാറിയിട്ടില്ലല്ലോ. 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മുന്നണിയാണ് അവിടെ. പക്ഷെ ഞങ്ങളത് മറികടക്കാൻ വേണ്ടി വോട്ട് പാറ്റേൺ അന്തിമഘട്ടത്തിൽ പരിശോധിച്ചാലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കൂടുതൽ വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് ഇപ്പോഴുണ്ട്. ആ വോട്ടിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ വോട്ട് എത്രയാണെന്നുള്ള അവസാനം അറിയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ BJP ഇവിടെ കേരളത്തിൽ വീണ്ടും തൃശ്ശൂർ പാർലമെൻറ്റ് ഇലക്ഷനിൽ വന്നതുപോലെ പാലക്കാട് അവർ തിരിച്ചു വരാൻ നടത്തിയ ശ്രമത്തിനേറ്റ പരാജയം കൂടി അവിടെ ഉണ്ട്. അത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. കേരളം ഒരു മതേതര സംസ്ഥാനമാണെന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം കാണിക്കുന്നത്. ആര്? അല്ല, അൻവറിനെ നമ്മളിനിപ്പോൾ പരിഗണിക്കേണ്ട കാര്യമില്ല. അല്ല, അപ്രസക്തമാണെന്ന് നേരത്തെ അറിയാലോ. അതായത് നമ്മൾ കേരള രാഷ്ട്രീയത്തിന് ചില ഡിഗ്നിറ്റി, ഡെക്കോറം, അതിനൊരു വലിയൊരു ഹിസ്റ്ററിയുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ്. ആ പാരമ്പര്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണ്. താൽക്കാലികമായിട്ടുണ്ടായ ഒരു കാര്യം താൽക്കാലികമായി ഉണ്ടായതുപോലെ തന്നെ അത് പിന്നോട്ട് പോയി. അത് ആരോ വോട്ടായാലും കുഴപ്പമില്ലല്ലോ, ഒരു കുറച്ച് വോട്ടല്ലേ പിടിച്ചുള്ളൂ.